നമ്മുടെ വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ചക്കവരട്ടി, കണ്ണിമാങ്ങ അച്ചാർ, മഞ്ഞൾപ്പൊടി, തേനൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ചക്കവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുന്നേ ചക്കവരട്ടി സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ചക്ക വരട്ടുന്നതെന്നുള്ളത് പറയാവേ. നമ്മുടെ പറമ്പെന്ന് മാത്രമുള്ള ചക്കകളല്ല, നമ്മൾ കുറച്ചധികം വരട്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ, ചക്കയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ചക്ക എടുക്കലുണ്ട്. അതിൽ നല്ല മൂത്തതും പഴുത്തതുമായിട്ടുള്ള ചക്ക മാത്രം കേട്ടോ എടുക്കുന്നത്. ഈ മൂത്ത ചക്ക മാത്രം തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ അടുത്തായതുകൊണ്ട് നമുക്ക് പിന്നെ പോയി എടുത്ത് ഇട്ടാൽ മതി. നമ്മൾ എന്നിട്ട് അച്ചയുടെ വണ്ടിയിലായിട്ട് അങ്ങനെ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതിൽ മൂക്കാത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ അതൊരു വാട്ടച്ചോവയായിരിക്കും, അതിന് മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചക്ക വരട്ടി കഴിഞ്ഞാൽ ചക്കയുടെ ആ മണവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ശർക്കര ചേർക്കേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് നല്ല പഴുത്ത ചക്കയാണ്, ചക്കയുടെ മധുരം തന്നെ ഉണ്ടാവും. അത് നല്ല വരിക്കച്ചക്ക നോക്കിയിട്ടാണ് എടുക്കുന്നത്. കൂഴച്ചക്ക അങ്ങനെ എടുക്കലില്ല. പിന്നെ ഈ കുഞ്ഞു ചുളയുള്ള ചക്കകളൊക്കെ നമുക്കറിയാവുന്നതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമുക്ക് നന്നാക്കി എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ടേ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ചക്ക നോക്കിയിട്ടായിരിക്കും കേട്ടോ എടുക്കുന്നത്. ചക്ക നമ്മൾ കൊണ്ടുവന്ന് ഒന്ന് ആദ്യം മണ്ണൊക്കെ പോകാനായിട്ട് ഒന്ന് കഴുകിയെടുത്ത് വെക്കും കേട്ടോ. പിന്നെ അതിൽ പഴുത്തത് നോക്കി, നന്നായിട്ട് പഴുത്തത് നോക്കിയിട്ടാണ് നമ്മൾ ചുള പിച്ചി എടുക്കുന്നത്. നമ്മളൊരു 3-4 ദിവസത്തെ പണിയുണ്ട് ചക്ക വരട്ടി ഉണ്ടാക്കാനായിട്ട്. ചക്ക ഇടാൻ പോകുന്ന ഒരു ദിവസം, അത് കഴിഞ്ഞ് നമ്മളത് വീട്ടിലെത്തിച്ച് ഒന്ന് വൃത്തിയാക്കി വെക്കുന്നത്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചുളയൊക്കെ ഒന്ന് പിച്ചി എടുക്കാനായിട്ട് സമയമെടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരട്ടുന്ന ദിവസം, വരട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാലേ ഏകദേശം നമുക്ക് കുറച്ച് ചക്കവരട്ടിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഒരുപാട് ചക്കച്ചുളി എടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും ചക്കവരട്ടി ആയിട്ട് വരുമ്പോൾ വരത്തുള്ളൂ. സാധാരണയായിട്ട് ചക്ക വരട്ടുന്നതിനെക്കാട്ടിൽ നന്നായിട്ട് വരട്ടിയിട്ടാട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഈ ചക്കവരട്ടിക്ക് വേറെ കാര്യങ്ങളൊന്നും വരാതിരിക്കാനും, പിന്നെ നമ്മളിതിലാകെ ചേർക്കുന്നത് നെയ്യും ഏലക്കാപ്പൊടിയും ചക്കയും ശർക്കരയും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പൊടികളോ അരിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് തൂക്കം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വരട്ടലും കുറയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. നന്നായിട്ട് വരട്ടും തൂക്കം കുറഞ്ഞാലും കുഴപ്പമില്ല. ആരുടെയും കൈ കിട്ടുമ്പോൾ പൂക്കരുത്, പൂത്ത് കേട് വരാതിരിക്കരുത്. അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വരട്ടിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഈ പ്രാവശ്യം വരട്ടിയപ്പോൾ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ 2-3 പേർക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിന് ശേഷം നമ്മൾ വരട്ടുന്നതൊക്കെ നന്നായിട്ട് വരട്ടിയിട്ട് തന്നെ കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചക്ക കൊണ്ടുവന്ന് പിച്ചി അത് വേവിച്ച് അരച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ ആ മുന്നത്ത് കാണിച്ച് ആ പരുവാകുമ്പോൾ നിർത്തും. കൊടുക്കാനാകുമ്പോൾ ഇതേപോലെ കട്ടയായിട്ട് വരുന്ന പോലെ ആക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ഉണങ്ങും കൂടി തണുക്കും കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആവും. നമ്മുടെ വെബ്സൈറ്റിൽ ചക്ക വരട്ടി ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ട് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ 7 ദിവസമാണ് നമ്മൾ കൊറിയർ ചെയ്യാനുള്ള ടൈം പറയുന്നത്. പക്ഷേ എന്നാലും നമ്മൾ അതിന് മുന്നേ തന്നെ കൊറിയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ നിന്ന്